വെൽക്കം ബാക്ക്. നമ്മൾ ഹയർ പർച്ചേസ് അല്ലേ, ഹയർ പർച്ചേസ് സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ കഴിഞ്ഞ വീഡിയോനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത കുറച്ച് ടേംസ്, ഹയർ പർച്ചേസർ ആരാണ്, ഹയർ വെണ്ടർ എന്താണ്, ഡൗൺ പേയ്മെൻറ്റ് എന്താണ്, ഹയർ പർച്ചേസ് പ്രൈസ് എന്താണ്, ക്യാഷ് പ്രൈസ് എന്താണ്, ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് കയറി വരുന്ന ഇൻട്രസ്റ്റ് എന്താണ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസറിൻ്റെ ബുക്സ് ആണ്. ഹയർ പർച്ചേസറിൻ്റെ ബുക്സിനകത്ത് ഹയർ പർച്ചേസ് സിസ്റ്റം വഴി ഒരു അസറ്റ് വാങ്ങിക്കുന്ന നേരത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ജേർണലൈസ് ചെയ്യണം, ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. സോ ഡയറക്റ്റ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. മനസ്സിലായോ? സാധാരണ രീതിയിൽ ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ ചാപ്റ്റർ തീരുന്നത് വരെ ഞാനൊരു ഹയർ വെണ്ടറും നിങ്ങൾ എൻ്റെ ഹയർ പർച്ചേസറുമാണ്. നിങ്ങളുടെ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചിരിക്കണേ, ഒരു അസറ്റ് വാങ്ങിച്ചിരിക്കണേ. സോ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് മീൻസ് ഈ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ്. പറഞ്ഞത് മനസ്സിലാണല്ലോ. എൻ്റെ കൈവശമുള്ള ഒരു അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് വെച്ചാൽ എന്നാ, നിങ്ങൾ ഹയർ പർച്ചേസ് സിസ്റ്റം വഴിയല്ല, ഡയറക്റ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വളരെ ഡയറക്റ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യണേ. അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ ഈ സാധനം എത്ര രൂപയ്ക്ക് കിട്ടും? 1 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ജേർണൽ എൻട്രി ആണ്. ഹയർ പർച്ചേസ് അല്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയി വാങ്ങിക്കുവാണെങ്കിൽ ജേർണൽ എൻട്രി എന്തായിരിക്കും? അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അല്ലേ. അതായത് ഇങ്ങനെ ഒരു ജേർണൽ എൻട്രി ഏതാ, അസറ്റ് ഡയറക്റ്റ് ആയിട്ട് 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എന്തായിരിക്കും? അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആയിരിക്കും. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് നോക്കിയോ. 1 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ്. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതിനകത്ത് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? 25,000 റുപ്പീസ് ഇപ്പോൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് തരണം. സോ ഇന്നലെ പറഞ്ഞ അടുത്ത ടേമാണ് ഡൗൺ പേയ്മെന്റ്. എന്താ ഡൗൺ പേയ്മെന്റ്? അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ഓഫ് എഗ്രിമെന്റ് നമ്മളൊരു ഇനീഷ്യൽ എമൗണ്ട്, ഒരു അഡ്വാൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, ഈ പറയുന്നത് പോലെ ഏതായിട്ട് ഡിസ്കസ് ചെയ്യണേ, ഡൗൺ പേയ്മെന്റ് എന്നുള്ള രീതിക്ക് അത് പറയണേ ആണോ. ബാലൻസ് നിങ്ങൾ ക്യാഷ് പ്രൈസിനകത്തുനിന്ന് എനിക്ക് തരേണ്ടത് 75,000 റുപ്പീസാണ്. 75,000 റുപ്പീസാണ് നിങ്ങൾ എനിക്ക് ക്യാഷ് പ്രൈസിൽ നിന്ന് എനിക്ക് തരേണ്ടത്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഓക്കെ, നോക്കി, 3 വർഷത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 25,000 പ്ലസ് 5,000, അങ്ങനെ 30,000 രൂപ നിങ്ങൾ എനിക്ക് തരണം. എങ്ങനെയായിരുന്നു? 75,000 രൂപയാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് ആയിട്ട് പറഞ്ഞത് ആണല്ലോ. 75,000 രൂപയാണ് നമ്മുടെ ക്യാഷ് പ്രൈസിൻ്റെ ബാക്കി നമുക്ക് തരേണ്ടത്. അതെങ്ങനെയാണ് തരണ്ടേ? 25,000 വെച്ച് 3 വർഷം. മനസ്സിലായല്ലോ? 25,000 വെച്ച് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഈ 3 വർഷം നിങ്ങൾ എനിക്ക് ഇത്രയും രൂപയായിട്ട് തരണം. പക്ഷേ തരുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ വർഷവും നിങ്ങൾ 5,000 റുപ്പീസ് എന്തായിട്ടും കൂടെ തരണം, ഇൻട്രസ്റ്റ് ആയിട്ടും കൂടെ തരണം. ചെയ്തത് മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? 1 lakh റുപ്പീസാണ് അതിൻ്റെ ക്യാഷ് പ്രൈസ്. 25,000 റുപ്പീസ് നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് നടത്തി. ബാലൻസ് 75,000 റുപ്പീസാണ് നിങ്ങൾ എനിക്ക് തരേണ്ടത്. ആ 75,000 റുപ്പീസിനെ 3 വർഷത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾ എനിക്ക് തന്നാൽ മതി. പക്ഷേ 3 വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തരുന്ന നേരത്ത് എത്ര വെച്ച് തരണം? 30,000 വെച്ച് തരണം. ഓരോ വർഷവും 30,000 റുപ്പീസ് വെച്ച് തരണം. ദാറ്റ് മീൻസ് ഈ ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് 25,000 റുപ്പീസിനെ നമുക്ക് അതിൻ്റെ ക്യാഷ് പ്രൈസിലോട്ടും 5,000 റുപ്പീസിനെ നമുക്ക് അതിൻ്റെ ഏതിലോട്ട് മാറ്റാം? ഇൻട്രസ്റ്റിലോട്ട് മാറ്റാം. സോ ടോട്ടൽ ഇങ്ങനെ ഒരു രീതിയിൽ തരുമ്പോൾ ടോട്ടൽ നമ്മുടെ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും? ദാറ്റ് മീൻസ് ഹയർ പർച്ചേസർ ആയിട്ടുള്ള നിങ്ങൾ എനിക്ക് തരുന്ന ടോട്ടൽ എമൗണ്ട് അല്ലേ, ഈ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം എനിക്ക് തരുന്ന ടോട്ടൽ എമൗണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയണേ. എത്ര വരും നോക്കി? 30,000 ആണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരണേ ആണോ. 30,000 റുപ്പീസാണ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരണേ. അങ്ങനെ 3 വർഷം എത്ര വരും? 90,000 റുപ്പീസ് വരും. ഓക്കെ, കൂടാതെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ എത്രയും കൂടെ കൊടുക്കുന്നുണ്ട്? 25,000 കൂടെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ നമുക്ക് 1,15,000 റുപ്പീസ് വരും. ചെയ്തത് മനസ്സിലായോ?
ചെയ്ത് മനസ്സിലായോ? ടോട്ടൽ ദാറ്റ് മീൻസ് 30,000 റുപ്പീസ് വെച്ചിട്ട് 3 ഇൻസ്റ്റാൾമെൻറ്റ് വരും. ആ 3 ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മളൊരു 25,000 കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹയർ പർച്ചേസർ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹയർ വെണ്ടർ ആയിട്ടുള്ള ഞാൻ എത്ര രൂപ വാങ്ങിക്കുന്നുണ്ട്? 1,15,000 റുപ്പീസ് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഹയർ പർച്ചേസ് പ്രൈസ് 1,15,000 വരും അല്ലേ? ക്യാഷ് പ്രൈസ് എത്ര വരും? 1 lakh റുപ്പീസ് വരും. ഇൻട്രസ്റ്റ് 15, ദാറ്റ് മീൻസ് 3 into 5,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് കിടക്കാം. മനസ്സിലായി? നമുക്ക് ഈ ഒരു എക്സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ദാറ്റ് മീൻസ് ഈ ഒരു എക്സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ജേണൽ എൻട്രിയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അതായത് ഒരു അസറ്റിൻ്റെ വാല്യൂ നിങ്ങൾ എഴുതുന്ന നേരത്ത് എങ്ങനെയാ? ഒരു അസറ്റിൻ്റെ വാല്യൂ നിങ്ങൾ എഴുതുന്ന നേരത്ത് ഒരിക്കലും അതിൻ്റെ ഹയർ പർച്ചേസ് പ്രൈസിലോട്ട് എഴുതാൻ പാടില്ല. അതിൻ്റെ ഏത് പ്രൈസിനകത്ത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? അതിൻ്റെ ക്യാഷ് പ്രൈസിനകത്ത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ ടോട്ടൽ നിങ്ങൾ എനിക്ക് 1,15,000 റുപ്പീസ് ആണ് തരുന്നതെങ്കിൽ പോലും ആ അസറ്റ് വാങ്ങിച്ചതിനകത്ത് ടോട്ടൽ 1,15,000 റുപ്പീസ് ആണ് നിങ്ങൾ എനിക്ക് തരുന്നതെങ്കിൽ പോലും ഓക്കെ 1 lakh റുപ്പീസ് മാത്രമേ ഏതിലോട്ട് മാറ്റാവൂ? അസറ്റിലോട്ട് മാറ്റാവൂ. മനസ്സിലായി? ബാലൻസ് 15,000 റുപ്പീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻട്രസ്റ്റ് ആണ്. അത് ഏതിലോട്ട് തന്നെ കാണിക്കണം? P&L അക്കൗണ്ടിലോട്ട് തന്നെ കാണിക്കണം. മനസ്സിലായല്ലോ? ബാലൻസ് 15,000 റുപ്പീസ് എന്ന് പറയുന്നത്, അതായത് ഓരോ വർഷവും വരുന്ന 5,000 രൂപ എന്ന് പറയുന്നത് അത് ഇൻട്രസ്റ്റ് ആണ്. അത് നമ്മുടെ അഡീഷണൽ എക്സ്പെൻസ് ആണ്. അത് നമ്മൾ അതാത് വർഷത്തെ ഏതിലോട്ട് മാറ്റി വെക്കണം? നമ്മുടെ P&L അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കണം. മനസ്സിലായോ? എല്ലാം കണക്ട് ചെയ്ത് തന്നെ ആലോചിക്കുക. അപ്പോഴേ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുള്ളൂ. ദാറ്റ് മീൻസ് 1,15,000 രൂപയാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കണേ? ഹയർ പർച്ചേസ് പ്രൈസ് ആയിട്ട് 3 വർഷം കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ ആ 1,15,000-നകത്ത് 15,000 റുപ്പീസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതിന് ഒരിക്കലും അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? സോ ഇവിടെ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ? ഈ പറയുന്നത് പോലെ 1 lakh റുപ്പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ആ പ്രോസസ്സ് മനസ്സിലായാലേ നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് നമ്പർ 1 1 lakh റുപ്പീസിന് നിങ്ങൾ അസറ്റ് വാങ്ങിച്ചതായിട്ട് കണക്കാക്കും. ആരുടെ കയ്യിൽ നിന്ന്? ഹയർ പർച്ചേസ് വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് 1 lakh റുപ്പീസിന് ഇത് വാങ്ങിച്ചതായിട്ട് കണക്കാക്കും. നമ്പർ 1 മനസ്സിലായി? ഓക്കെ, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ക്വസ്റ്റിനകത്ത് തെറ്റിക്കുന്ന ഒരു സാധനം, 1,25,000 രൂപയല്ലേ നമ്മൾ വെണ്ടർക്ക് കൊടുക്കണേ, പിന്നെ എങ്ങനെയാണ് 1 ലക്ഷം രൂപ മാത്രം കാണിക്കണേ എന്നാണ് ചോദിക്കണേ. അസറ്റിൻ്റെ വാല്യൂ 1 ലക്ഷം രൂപയാണ്. ആ 1,25,000 1,15,000 വെണ്ടർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോ. ആ 15,000 എന്ന് പറയുന്നത് ഏതിലോട്ട് പോകാനുള്ളതാണ്? ഇൻട്രസ്റ്റിലോട്ട് പോകാനുള്ളതാണ്. ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ അസറ്റ് വാങ്ങിച്ച് ഹയർ വെണ്ടർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കണം. ട്രാൻസാക്ഷൻ നമ്പർ 2, ഈ ഹയർ വെണ്ടർക്ക് നമ്മൾ ഒരു 25,000 രൂപ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് ആയിട്ട് നമ്മളൊരു 25,000 റുപ്പീസ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ട്രാൻസാക്ഷൻ നമ്പർ 2. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് 1, ആ അസറ്റ് നമ്മൾ വാങ്ങിച്ചു. ആ അസറ്റ് വാങ്ങിച്ചതിന് നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഹയർ വെണ്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്പർ 2 ഹയർ പർച്ചേസർ ഹയർ വെണ്ടർക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? 25,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? ഇത് രണ്ടുമാണ് സൈനിങ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ എഗ്രിമെന്റ്. ഹയർ പർച്ചേസിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന 2 സംഭവങ്ങൾ ഇതാ. മനസ്സിലായി? ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപയാണ് ബുള്ളറ്റിൻ്റെ വാല്യൂ. ഓക്കെ, ആ 1 ലക്ഷം രൂപയുടെ ബുള്ളറ്റ് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണു. എത്ര രൂപ എനിക്ക് തരുന്നു? 25,000 രൂപ തരുന്നു. ഇത് രണ്ടുമാണ് ഏതിൻ്റെ ടൈമിൽ പറഞ്ഞേ? അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ എഗ്രിമെന്റ് എന്നുള്ള കേസിനകത്ത് പറഞ്ഞേ. മനസ്സിലായോ? ഇനി ഇത്രയും പോർഷൻസ് തീർന്നാൽ മൂന്നാമത്തത് വരുന്നത് ഇയർ എൻഡിലാണ്. ഇയർ എൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ 30,000 റുപ്പീസ്, നമ്മളല്ല കേട്ടോ, നിങ്ങൾ ഹയർ പർച്ചേസർ ആയിട്ടുള്ള നിങ്ങൾ 30,000 റുപ്പീസ് ആർക്ക് തരണം? ഹയർ പർച്ചേസർ വെണ്ടർക്ക് തരണം അല്ലേ? ഈ 30,000-നെ നമുക്ക് 2 ആയിട്ട് ഭാഗിക്കാം. എങ്ങനെയാ?
25,000 റുപ്പീസ് എന്ന് പറയുന്നത് അസറ്റിൻ്റെ വാല്യൂ ആണ് അല്ലേ? അല്ലെങ്കിൽ ഹയർ പർച്ചേസർക്ക് നമ്മൾ ഓൾറെഡി എത്ര കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. 75,000 റുപ്പീസ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ? 1 ലാക്ക് അസറ്റിൻ്റെ വാല്യൂ, അതിനകത്തുനിന്ന് ഡൗൺ പേയ്മെൻറ്റ് കുറച്ചു, ബാലൻസ് 75,000 റുപ്പീസ് നമുക്ക് കൊടുക്കാനുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ബാലൻസ് 30,000 റുപ്പീസ് കൊടുക്കുന്നതിനകത്ത് 25,000 റുപ്പീസ് ഏത് അക്കൗണ്ടിൽ പോവും? ഹയർ പർച്ചേസറുടെ അക്കൗണ്ടിൽ പോവും അല്ലേ? അതായത് ജേണൽ എൻട്രി പറയുവാണെങ്കിൽ അസറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഹയർ പർച്ചേസ് വെൻഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 1 ലാക്ക് റുപ്പീസ് എഴുതിയിട്ടുണ്ട്. ഹയർ പർച്ചേസ് വെൻഡർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞ് 25,000 റുപ്പീസ് എഴുതിയിട്ടുണ്ട്. സോ ബാലൻസ് ഇപ്പോൾ കൊടുക്കാനുള്ളത് 75,000 ആണ്. അത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കണേ? 25,000 × 3 അല്ലേ? ദാറ്റ് മീൻസ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനകത്തും 30,000 വരുന്നതിനകത്ത് 25,000 റുപ്പീസ് അസറ്റിൻ്റെ കെയർ ഓഫിൽ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതിലോട്ട് പോകും? ഹയർ പർച്ചേസ് വെൻഡർ അക്കൗണ്ടിലോട്ട് പോകും. പിന്നെ ഇവിടെ വരുന്നത് 5,000 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡ്യൂ ആക്കണം. അതായത് ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഹയർ പർച്ചേസർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കണം. മനസ്സിലായോ? അതായത് ഇവിടെ 30,000 റുപ്പീസ് ഇൻസ്റ്റാൾമെൻറ്റ് വരുന്ന നേരത്ത് ആ ഇൻസ്റ്റാൾമെൻറ്റിനകത്തുള്ള 5,000 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതും കൂടെ ആർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കണം? ഹയർ പർച്ചേസ് വെൻഡർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കണം. എന്നിട്ട് അത് കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ഫസ്റ്റ് ഇയറിൽ വരുന്ന നേരത്ത് ബാലൻസ് ഇനി ഹയർ പർച്ചേസ് വെൻഡർക്ക് കൊടുക്കാനുള്ളത് 75,000 ആണ്. മനസ്സിലായോ? പക്ഷേ നമ്മൾ കൊടുക്കുന്നത് എത്രയാ? ഇപ്പം കൊടുക്കുന്നത് എത്രയാ? 30,000 ആണ്. സോ 75 - 30 ചെയ്യുമ്പോൾ നമുക്ക് 45 വരും. അത് ശരിയല്ലല്ലോ. കാരണം എന്താ? ഈ 75,000 എന്ന് പറയുന്നത് എന്താ? 25,000 × 3 അല്ലേ? സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഹയർ പർച്ചേസ് വെൻഡർക്ക് 75,000 ആണ് കൊടുക്കാനുള്ളത്. അഡീഷണലി ഒരു 5,000 ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളതായിട്ട് കണക്കാക്കണം. അതായത് ആ 5,000 കൂടെ ആരുടെ അക്കൗണ്ടിലോട്ട് മാറ്റണം? ഹയർ പർച്ചേസ് വെൻഡറിൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റണം. അങ്ങനെ വരുന്ന നേരത്ത് ഈ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇനിയിപ്പോൾ എത്ര രൂപ കൊടുക്കാനുണ്ട്? 75 + 5 അങ്ങനെ 80,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. മനസ്സിലായോ? കൺഫ്യൂഷൻ ആയെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം. 1 ലാക്ക് റുപ്പീസ് ആണ് അസറ്റിൻ്റെ പ്രൈസ്. അതിനകത്ത് 25,000 റുപ്പീസ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കുറച്ചു. ബാലൻസ് 75,000 റുപ്പീസ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. ആ 75,000 കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 30,000 റുപ്പീസ് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. ആ 30,000-നകത്ത് 25,000 എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസിലോട്ടും 5,000 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റിലോട്ടുമാണ് പോണേ അല്ലേ? സോ ആദ്യമേ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കണം, എന്നിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുള്ളതിൻ്റെ എൻട്രി എഴുതി, ഡ്യൂ ആയുള്ള എൻട്രി എഴുതുമ്പോൾ ആ 5,000 കൂടെ ആർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കും? ഈ പറയുന്ന പോലെ ഹയർ പർച്ചേസ് വെൻഡർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടോട്ടലി എത്ര രൂപ കൊടുക്കാനുണ്ട്? 75,000 പ്ലസ് ഇപ്രാവശ്യം ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, അങ്ങനെ 5,000 കൂടെ ചേരുമ്പോൾ 80,000 റുപ്പീസ് വരും. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 30,000 റുപ്പീസ് പേ ചെയ്യുന്നു. പേ ചെയ്യുന്ന സമയത്ത് നോക്കിയേ, 80 - 30 ബാലൻസ് എത്ര വരും? കറക്റ്റായിട്ട് 50 വരും. മനസ്സിലായോ? അടുത്ത ടേമിൽ സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ 50,000 കൊടുക്കാനുണ്ട്. ഇതേ പ്രോസസ്സ് ഇൻസ്റ്റാൾമെൻറ്റ് 5,000 ഡ്യൂ ആയിട്ടുള്ളതാണ് കണക്കാക്കണം. അങ്ങനെ വരുന്ന നേരത്ത് 50 പ്ലസ് ഡ്യൂ ആയിട്ടുള്ള 5,000 അങ്ങനെ 55,000 വരും അല്ലേ? ആ 55,000-ൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? കൊടുക്കുന്ന 30,000 മൈനസ് ചെയ്യാം. സോ 55 - 30 എത്ര വരും? കറക്റ്റായിട്ട് 25,000 വരും. ആൻഡ് ദ ലാസ്റ്റ് ഇയർ ഇപ്പോൾ 25,000 ആണ് കൊടുക്കാനുള്ളത്. അഡീഷണലി 5,000 ഇൻട്രസ്റ്റും കൂടെ നമ്മൾ ഡ്യൂ ആവും. സോ 25 + 5 എത്ര വരും? 30,000 റുപ്പീസ് വരും. ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അങ്ങ് പേ ചെയ്യുന്നു. പ്രോസസ്സ് മനസ്സിലായല്ലോ? മനസ്സിലായെങ്കിൽ 2 കാര്യങ്ങളും കൂടെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതായത് ഈ പ്രോസസ്സ് മനസ്സിലാവണമെങ്കിൽ ആദ്യമേ 5,000 ഡ്യൂ ആയിട്ടുള്ളതായിട്ട് കണക്കാക്കുന്നു. എന്നിട്ട് ദ ഫോർത്ത് വൺ നമ്മൾ എന്ത് പേ ചെയ്യാൻ പോവാം? ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ പോവാം. മനസ്സിലായോ? അതാത് ടേമിൽ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ പോവാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റിനെ ഏതിലോട്ട് കൊണ്ടുപോകണം? P&L അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകണം. ദാറ്റ് മീൻസ് നമ്മൾ ആർക്ക് കൊടുത്തിരിക്കുന്ന ഹയർ പർച്ചേസ് വെൻഡർക്ക് കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റിനെ ഏതിലോട്ട് കൊണ്ടുപോകണം? നമ്മുടെ P&L അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് വൺ, പൊസിഷൻ നിങ്ങളുടെ കയ്യിലായതുകൊണ്ട്, അസറ്റ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ അസറ്റിന് നമുക്ക് ഏതും കൂടെ ചാർജ് ചെയ്യാം? ഡിപ്രീസിയേഷനും കൂടെ ചാർജ് ചെയ്യാം. നമുക്കല്ല, നിങ്ങൾക്ക്. ഓണർഷിപ്പ് എൻ്റെ പേരിലാണ്, അത് ഇനി മാറിയിട്ടില്ല. പക്ഷേ ആ അസറ്റിൻ്റെ പൊസഷൻ നിങ്ങളുടെ കയ്യിലാണ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ അതിന് നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. മനസ്സിലായി? സോ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു?
ക്യാഷ് പ്രൈസ് മാത്രമാണ് നമ്മൾ അസറ്റിലോട്ട് മാറ്റണേ അല്ലേ. അതിൽ നിന്ന് കൊടുക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് എത്രയാണോ അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഈ പറയുന്നത് പോലെ ഓരോ ടേമിലും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റും കൂടെ അങ്ങേർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കുന്നു. മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ആ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ ആ ചാർജ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റിനെയും ഡിപ്രീസിയേഷനെയും നമ്മൾ ഏതിലോട്ട് കൊണ്ടുവരുന്നു, നമ്മുടെ P&L അക്കൗണ്ടിലോട്ട് കൊണ്ടുവരുന്നു. ഇതാണ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് മനസ്സിലായെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതി അക്കൗണ്ട്സ് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ഡയറക്റ്റായിട്ട് ഇനി ജേണൽ എൻട്രിയിലോട്ടാണ് കിടക്കണേ. നിങ്ങൾ ദയവ് ഇത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത്രയും നേരം വരെ എടുത്തത് ഒരു വട്ടം കൂടെ കേൾക്കുക, അതിൻ്റെ പ്രോസസ്സ് നല്ലപോലെ മനസ്സിലാക്കുക, എന്നതിന് ശേഷം മാത്രം ജേണൽ എൻട്രി ചെയ്യാം. ഓക്കെ. സോ മനസ്സിലാവാത്ത ആൾക്കാർ ഒന്ന് പോസ് ചെയ്ത് അല്ലെങ്കിൽ അതുവരെയുള്ള കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് ചെയ്യും, കേട്ടു. ഓക്കെ. പ്രോസസ്സ് മനസ്സിലായി കഴിഞ്ഞാൽ, ഹയർ പർച്ചേസിൻ്റെ പ്രോസസ്സ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ജേണൽ എൻട്രി ചെയ്യാം. ജേണൽ കഴിഞ്ഞിട്ട് നമുക്ക് ലെഡ്ജറിലോട്ട് കിടക്കാം. സോ പ്രോസസ്സ് എന്തായിരുന്നു, ആദ്യം അസറ്റ് വാങ്ങിക്കുന്നു. അസറ്റ് വാങ്ങിക്കുന്ന നേരത്ത് നമ്മൾ ക്യാഷ് പ്രൈസിനകത്താണ് നോക്കണേ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതിനകത്ത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു. മൂന്നാമത്തത് ദാറ്റ് മീൻസ് രണ്ടെണ്ണമാണ് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ഓഫ് ദ എഗ്രിമെൻറ്റ്. പിന്നെയുള്ളത് വർഷാവസാനമാണ് സംഭവിക്കാൻ പോണേ. വർഷാവസാനം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ആദ്യം ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം അല്ലേ. ആ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടും കൂടെ ചേർത്തിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഹയർ വെണ്ടർക്ക് കൊടുക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും കൂടെ നമ്മുടെ ഏതിലോട്ട് മാറ്റി വയ്ക്കാം, P&L മാറ്റി വയ്ക്കാം. നമുക്ക് നോക്കാം, ജേണൽ എൻട്രീസ് നോക്കാം. ഓക്കെ. ഈ പറഞ്ഞ ഡേറ്റിൻ്റെയും കൂടെ നമുക്ക് നോക്കാം. 1 ജാനുവരിയിലാണ് നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണേ എന്ന് വിചാരിക്കുക. 1 ജാനുവരിയിലാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണേ. നമ്മളിപ്പോൾ ഹയർ പർച്ചേസറുടെ ബുക്കാണ് വരയ്ക്കണേ അല്ലേ. സോ നിങ്ങൾക്ക് അസറ്റ് കിട്ടുന്ന നേരത്ത് നമ്മുടെ ജേണൽ എൻട്രി എന്ത് വരും, അസറ്റ് കിട്ടുന്ന നേരത്ത് നോക്കി, അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ പർച്ചേസ് വെൻഡർ അക്കൗണ്ട്. അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 1 lakh rupees ആണ് അസറ്റിൻ്റെ വാല്യൂ. ആ 1 lakh rupees നമ്മൾ കാണിച്ചു. മനസ്സിലായി? ഓക്കെ. ടോട്ടലി നമ്മൾ 1,25,000 1,30,000 എത്ര കൊടുക്കുന്നുണ്ട്, നമുക്കതൊന്നും വേണ്ട. ഇവിടെ അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, 1 ലക്ഷം രൂപ ആർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കി, ഹയർ വെണ്ടർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കി. ഇനി ആ സമയത്ത് തന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കണേ, 25,000 rupees ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണേ അല്ലേ. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് വരും, ഹയർ പർച്ചേസ് വെണ്ടർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 25,000 ചെയ്ത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. മനസ്സിലായല്ലോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഇവിടെ നോക്കി, 1 ലക്ഷം രൂപയാണ് അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കി. 1 ലക്ഷം രൂപയാണ് അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കി. ഇനി ഇവിടെ ആർക്ക്, ഹയർ പർച്ചേസർ വെണ്ടർക്ക് ഇനി എത്ര രൂപ കൊടുക്കാനുള്ളതായിട്ട് നമ്മൾ കണക്കാക്കി, 25,000 rupees കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കി. അതായത് അക്കൗണ്ടും കൂടെ, ഇത് ഈ 2 ജേണൽ എൻട്രി നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലാണ് പറയണേ. അക്കൗണ്ടും കൂടെ വരയ്ക്കുന്ന നേരത്ത് അക്കൗണ്ട് വരയ്ക്കുമ്പം നമ്മൾ നോക്കി, ആദ്യം അസറ്റിൻ്റെ അക്കൗണ്ടാണ് വരയ്ക്കണേ അല്ലേ. അസറ്റിൻ്റെ അക്കൗണ്ടാണ്, ഡെബിറ്റാണ്, അസറ്റാണ്, ഡെബിറ്റാണ്. സോ നമുക്ക് എന്ത് ചെയ്താം, ഹയർ പർച്ചേസർ വെണ്ടർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 ലക്ഷം രൂപ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് കാണിക്കാം. ഇത് 2 സംഭവിക്കുന്നത് 1 ജാനുവരിയിലാണ് അല്ലേ. ഇതേപോലെ തന്നെ ഹയർ വെണ്ടറിൻ്റെ അക്കൗണ്ടും വരയ്ക്കാം. ഹയർ പർച്ചേസർ വെണ്ടർ അക്കൗണ്ട് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താം, ഈ പറയുന്നത് പോലെ അസറ്റ് 1 lakh rupees അസറ്റ് വാങ്ങിച്ചു, അങ്ങേർക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കാം. മനസ്സിലായോ? ഇനി ആ ടൈമിൽ തന്നെ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നുണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് 25,000 rupees കണക്കാക്കാം. സിറ്റുവേഷൻ മനസ്സിലായോ? ദാറ്റ് മീൻസ് ഇത് രണ്ടും 1 ജാനുവരിയിൽ നടക്കുന്ന സംഭവമാണ്. ആയതുകൊണ്ട് ഇവിടെ നോക്കി, അസറ്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ 1 ലക്ഷം രൂപ എഴുതി, അതേ എമൗണ്ട് തന്നെ ആർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കി, ഹയർ പർച്ചേസർ വെണ്ടർക്ക് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഹയർ പർച്ചേസർ വെണ്ടർക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുള്ളതായിട്ട് നമ്മൾ കണക്കാക്കി. അതിനകത്ത് അപ്പം തന്നെ അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ഓഫ് എഗ്രിമെൻറ്റ് നമ്മൾ 25,000 rupees കൊടുത്തു. ഇനി നോക്കി, ഇനി നമ്മൾ ഹയർ പർച്ചേസ് വെണ്ടർക്ക് എത്ര മാത്രം ഇനി കൊടുക്കാനുള്ളത്, 75,000 rupees മാത്രമാണ് കൊടുക്കാനുള്ളത് അല്ലേ. പക്ഷെ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ എങ്ങനെ പറഞ്ഞേ, ഓരോ ഇൻസ്റ്റാൾമെൻറ്റും എത്ര വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞേ, 30,000 rupees വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ആ മിസ്മാച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത്
ഇനി 75,000 മാത്രമാണ് കൊടുക്കാനുള്ളത്. പക്ഷേ 3 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. 3 ഇൻസ്റ്റാൾമെൻറ്റും 30,000 റുപ്പീസ് വെച്ച് കൊടുക്കണം. ദാറ്റ് മീൻസ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയത്തും 5,000 രൂപ അങ്ങേർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കണം. എന്നിട്ട് ആ ഇൻട്രസ്റ്റും കൂടെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. മനസ്സിലായി? ആ ജേണൽ എൻട്രി എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. അതായത് 31 ഡിസംബറിലാണ് ഇനി സംഭവിക്കാൻ പോണേ. 31 ഡിസംബറിനകത്ത് നോക്കി, ദ ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഹയർ പർച്ചേസർ വെൻഡർ അക്കൗണ്ട്. മനസ്സിലായി? എത്രയായിരുന്നു ഇൻട്രസ്റ്റ്? ആ വർഷത്തെ ഇൻട്രസ്റ്റ് 5,000 റുപ്പീസ് ആയിരുന്നു. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാനുള്ളതായിട്ട് ഡ്യൂ ആക്കി. അത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? ഹയർ പർച്ചേസർ വെൻഡർ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് 30,000. ഹയർ പർച്ചേസർ വെൻഡർ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് 30,000. ദാറ്റ് മീൻസ് 5,000 രൂപ അഡീഷണലി കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്നത് പോലെ വെൻഡറിന് 30,000 റുപ്പീസ് കൊടുത്തു. മനസ്സിലായി? അക്കൗണ്ടിലോട്ട് വരുന്ന നേരത്ത് നോക്കി എങ്ങനെ വരും? ഇൻട്രസ്റ്റ് 5,000 റുപ്പീസ് ഡ്യൂ ആയി. മനസ്സിലായി? ഇനി ഇത് ഇപ്പോൾ എഴുതണ്ട, ഇതിന്റെ ബാലൻസ് കഴിഞ്ഞിട്ട് മാത്രമാണെങ്കിൽ ഇവിടെ നോക്കി, ബാലൻസ് 75,000 റുപ്പീസ് വരും അല്ലേ? സോ ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യുന്ന നേരത്ത് 75,000 റുപ്പീസ് തന്നെ എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണോ ഞാൻ അങ്ങനെ എഴുതിയേ? ഓക്കെ, അങ്ങനെ ബാലൻസ് ബ്രോഡ് ഓൺ എഴുതേണ്ട കാര്യമില്ല. രണ്ടും ഒരു വർഷം തന്നെയാണ് സംഭവിക്കണേ. ഒന്ന് ഓപ്പണിംഗിലും എൻഡിങ്ങിലോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എഴുതിയേ. അതായത് 1,00,000 രൂപ അസറ്റിനകത്ത് 25,000 രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് ഡൗൺ പേയ്മെന്റ് കൊടുത്തു. ബാലൻസ് 75,000 ആണ് കൊടുക്കാനുള്ളത്. ആ 75,000 ബാലൻസ് ആയിട്ട് നമ്മൾ എഴുതി. ഇനി നോക്കിയേ, ഇൻട്രസ്റ്റ് ആയിട്ട് 5,000 ഡ്യൂ ആയിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് 5,000 കാണിക്കാം. മനസ്സിലായി? ഇപ്പൊ എത്ര രൂപ കൊടുക്കാനുണ്ട്? 80,000 കൊടുക്കാനുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ബാങ്ക് വഴി എത്ര കൊടുക്കുന്നുണ്ട്? 30,000 കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? സോ ബാലൻസ് എത്ര വരും? 50,000 വരും. ട്രീറ്റ്മെന്റ് മനസ്സിലായല്ലോ? സോ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ അത് ഹയർ പർച്ചേസറിന്റെ അക്കൗണ്ടിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ആ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തായിട്ട് കണക്കാക്കണം. മനസ്സിലായി? ജേണൽ എൻട്രിയിലോട്ട് തിരിച്ചു വരുമ്പോൾ ഈ രണ്ട് ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് 5,000 ഡ്യൂ ആയിട്ട് കണക്കാക്കി, ഹയർ പർച്ചേസ് വെണ്ടർക്ക് ക്യാഷ് ആയിട്ട് നമ്മൾ 30,000 റുപ്പീസ് കൊടുത്തായിട്ട് കണക്കാക്കി. ഇനി ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ് അക്കൗണ്ട്. അസറ്റിന് നമുക്ക് എന്ത് ചാർജ് ചെയ്തേ പറ്റൂ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തേ പറ്റൂ. ഞാൻ അവിടെ എടുത്തു പറഞ്ഞു, ഓണർഷിപ്പ് നിങ്ങളുടെ കയ്യിലല്ല, പക്ഷേ അസറ്റിന്റെ പൊസഷൻ നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. സപ്പോസ് ഒരു എത്രയാ, ഒരു 10,000 വെച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ എങ്കിൽ ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് 10,000 റുപ്പീസ് വരും. മനസ്സിലായല്ലോ? ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് 10,000 റുപ്പീസ് വരും. ബാലൻസ് നമുക്ക് 90,000 റുപ്പീസ് ആയിട്ട് കണക്കാക്കാം. Asset account. Okay, and the last one, the last journal entry. ഇവിടെ നോക്കി, എല്ലാ കാര്യങ്ങളും ട്രീറ്റ് ചെയ്തു. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇൻട്രസ്റ്റിനെയും ഡിപ്രീസിയേഷനെയും ഏത് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകണം? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകണം. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ. അതായത് ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻട്രസ്റ്റിനെയും ഡിപ്രീസിയേഷനെയും നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോയി? നമ്മുടെ P&L അക്കൗണ്ടിലോട്ട് കൊണ്ടുപോയി. ദാറ്റ് മീൻസ് ഇനി എങ്ങാനും ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എഴുതി ഹയർ പർച്ചേസർ വെൻഡർ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് അല്ലേ? ഡ്യൂ ആയിരിക്കുന്ന ഹയർ പർച്ചേസർ വെൻഡർ അക്കൗണ്ടിലോട്ടാണ്. സോ ഹയർ പർച്ചേസർ വെൻഡർ അക്കൗണ്ട് 5,000 ടു P&L അക്കൗണ്ട് 5,000. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ആ പ്രോസസ്സ് മനസ്സിലായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജേണൽ എൻട്രി എഴുതാം, പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ട്സ് മറിക്കാം. നോ ഇഷ്യൂസ്. അടുത്ത വർഷം തൊട്ട് ഫ്രം ദ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് ഏതുണ്ടാവില്ല? ഈ പറയുന്ന പോലെ ഇനീഷ്യലി ആയിട്ട് കയറി വരുന്ന രണ്ട് ജേണൽ എൻട്രി ഉണ്ടാവില്ല. ഇത് രണ്ടും, അസറ്റിൻ്റെയും ഇതിൻ്റെയും. ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ പറയുന്നത് പോലെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം, ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും കൂടെ P&L മാറ്റണം. ദാറ്റ് മീൻസ് ഇത്
ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ പർച്ചേസ് വെണ്ടർ അക്കൗണ്ട് 5,000 കാണിക്കണം. പേയ്മെന്റ് നടത്തുമ്പോൾ ഹയർ പർച്ചേസ് വെണ്ടർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഇൻസ്റ്റാൾമെന്റ് 30,000 റുപ്പീസ് കാണിക്കണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് കാണിക്കണം. ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷനും കൂടെ P&L കാണിക്കണം. അക്കൗണ്ട് ചെയ്യുന്ന നേരത്ത് ഇവിടെ എന്തൊക്കെ വരും? അസറ്റ് അക്കൗണ്ടിനകത്ത് നമുക്ക് ബാലൻസ് 90,000 റുപ്പീസ് എഴുതാം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം 10,000. സോ ഇവിടെ ബാലൻസ് സെക്കൻഡ് ഇയറിൽ 80,000 റുപ്പീസ് ബാലൻസ് വരും അല്ലേ? ഇവിടെ നോക്കി ഹയർ പർച്ചേസ് വെണ്ടർ അക്കൗണ്ട് ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ബാലൻസ് നമ്മൾ എത്ര കാണിച്ചിട്ടുണ്ട്? 50,000 റുപ്പീസ് കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? ബാലൻസ് 50,000 എന്ന് എഴുതാം അല്ലേ? ഇനി എന്ത് ഡ്യൂ ആക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കണം. 5,000 കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കണം. ഇപ്പോൾ ടോട്ടൽ ഹയർ പർച്ചേസ് വെണ്ടർക്ക് എത്ര കൊടുക്കാനുണ്ട്? 55,000 കൊടുക്കാനുണ്ട്. ഇനി ഇവിടെ എന്ത് വരും? ബാങ്ക് പേ ചെയ്യുന്ന എത്രയാ? 30,000 റുപ്പീസ് പേ ചെയ്യുന്നുണ്ട്. സോ ബാലൻസ് 25,000 വരും. ഇൻട്രസ്റ്റ് അക്കൗണ്ടിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഹയർ പർച്ചേസർ വെണ്ടർ അക്കൗണ്ട് 5,000, P&L അക്കൗണ്ട് 5,000. സിറ്റുവേഷൻ മനസ്സിലായോ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിനകത്ത് ചെയ്യാനില്ല. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാലും ഇതേപോലെ തന്നെ അസറ്റ് അക്കൗണ്ട് അറ്റ് 10,000, P&L അക്കൗണ്ട് അറ്റ് അസറ്റ് അക്കൗണ്ട് 10,000, P&L 10,000 വരും. 3 വർഷത്തെയാണ് എഗ്രിമെന്റ് പറഞ്ഞത്. സോ മൂന്നാമത്തെ വർഷവും ഇതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ബാലൻസ് 80,000, ഡിപ്രീസിയേഷൻ 10,000. ഇവിടെയോ ഹയർ പർച്ചേസ് വെണ്ടർ അക്കൗണ്ട് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കിയേ ബാലൻസ് 25,000 വരും അല്ലേ? ഇൻട്രസ്റ്റ് 5,000 ഡ്യൂ ആയിട്ടുള്ളതായിട്ട് വരും. ബാങ്ക് വഴി നമ്മൾ എത്ര കൊടുക്കും? 30,000 റുപ്പീസ് കൊടുക്കും. വെണ്ടർ അക്കൗണ്ട് ക്ലോസ് ആയി. വെണ്ടറിന് ഇനി കാര്യങ്ങൾ ക്യാഷ് ആയിട്ട് കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല, എല്ലാം ക്ലോസ് ആയി. സോ പ്രോസസ്സ് മനസ്സിലാക്കിയാൽ ട്രാൻസാക്ഷൻസ് എഴുതാൻ പറ്റും. ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കിയാൽ ജേണൽ എൻട്രി എഴുതാൻ പറ്റും. ജേണൽ എൻട്രി നോക്കിയാൽ നമുക്ക് ഏത് പോസ്റ്റ് ചെയ്യാനും പറ്റും? ലെഡ്ജർ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? സോ ആ ടേമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് ചെയ്യുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓക്കെ, ഈ പ്രോബ്ലം ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം സഫീഷ്യൻ്റ് ആണ് അല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തനിയൊന്ന് ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചോ. ക്യാഷ് പ്രൈസ് 1 lakh ആണ്. ഡൗൺ പേയ്മെൻറ്റ് 25,000 റുപ്പീസ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ് ബാലൻസ് ക്യാഷ് പ്രൈസ് പേ ചെയ്യുന്നത് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. ഇൻസ്റ്റാൾമെൻറ്റ് 30,000 റുപ്പീസ് ആണ്. അതിനകത്ത് 25,000 റുപ്പീസ് ക്യാഷ് പ്രൈസ് ആയിട്ടും 5,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ടും പോകും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ ജേണലൈസ് ചെയ്ത് ഏത് വരയ്ക്കാം? ലെഡ്ജർ വരയ്ക്കാം. ഓക്കെ, ഇത് നല്ലപോലെ ചെയ്ത് നോക്കുക. എന്നാലേ അടുത്ത വീഡിയോയിൽ എടുക്കാൻ പോകുന്ന പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേട്ടോ, ബൈ.